ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വന്നതേ ഒരാളെ കുറിച്ച് അന്വേഷിക്കാന്. പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അറിയുമായിരിക്കും. നസീർ. വിളിക്ക് സാറേ പട്ടീനെ, വിളിക്കേ. ദേ ഇപ്പൊ വന്ന ആ പട്ടി സാറിന്റെ നട്ടില് അമൃത് പോലെ എടുത്തോണ്ടു. അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞ് നിക്കല്ലേ. അടങ്ങ് സാറേ, അടങ്ങ്. ഇങ്ങനൊരു വലിയ പരാജയത്തിന്റെ പട്ടുകുഴിയിൽ നിൽക്കുമ്പോ സാറിന് ചേർന്ന് നട്ടലിന്റെ സ്ഥാനത്തെ നല്ല വാഴപ്പിണ്ടിയ. അതാവുമ്പോ ഏത് രീതിയിലാണെങ്കിലും വളയ്ക്കാനും ഓടിക്കാനൊക്കെ പറ്റും. എന്തേ നോക്കണ? ജയിച്ചു എന്ന് കരുത നീ ആളാവണ്ട. ഈ സൂര്യനുണ്ടല്ലോ, അത് ഒരു രാത്രി ഉണ്ടെങ്കിൽ അസ്തമിച്ച് തീരില്ല. അതെ, വീണ്ടും ഉദിക്കും. നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്നിടം വരെ ഞാൻ ശ്രമം തുടരും. എനിക്കറിയാം ഇതുകൊണ്ടൊന്നും സാർ അടങ്ങില്ലെന്ന്. വിഷമിക്കണ്ട. സാറ് ശ്രമിക്കേ, നന്നായിട്ട് ശ്രമിക്കേ. എന്നിട്ട് ഇതിലും വലിയൊരു കെണിയൊരുക്ക്. ഞാനിത് പന പോലെ ഇങ്ങനെ മുന്നിൽ തന്നെ നിന്നുതരാം. നമ്മൾ തമ്മിലുള്ള ഈ ടോം ആൻഡ് ജെറി കളിയുണ്ടല്ലോ, അത് നമ്മൾ ഒരാൾ തീരുന്ന വരെ തുടരാൻ ഞാൻ തയ്യാറാ സാറേ. ഈ സാറുകളുടെ അർത്ഥം വേറെ സാറിന് അറിയാലോ, അപ്പൊ അതുകൂടി ചേർത്ത് പറഞ്ഞാന്ന് വിചാരിച്ചോ? തൊട്ടുപോവരുത്. കയ്യാങ്കളി വേണ്ടെന്ന് പ്രത്യേകം കമ്മീഷണറുടെ ഓർഡർ ഉള്ളത് മറന്നുപോയാ? പ്രത്യേകിച്ച് ഈ തടിയില്. ഇതേ കളക്ടറുടെ പ്രത്യേകം നോട്ടത്തിലുള്ള തടിയാ. ഇതിലൊരു മണ്ണ് നുള്ളിയിടാൻ ചന്ദ്രബോസ് ഇനിയൊരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. കളക്ടർ ശാലിനി വിഷ്ണുവാ പറയുന്നേ. വാ വിഷ്ണുട്ടാ. പോരാ. സാറേ, ഇതൊന്നും കണ്ട് സാറ് പേടിക്കണ്ട. സാറിന്റെ ശ്രമം സാറ് തുടർന്നോ? എന്ത് പണി നേരിടാൻ ഞാനും തയ്യാറാ. കാരണം ഇത് വിഷ്ണുവാ, 10 അവതാരങ്ങളുടെയും മൂർത്തിഭാവം. ഈ പേരിൽ തന്നെ ഒരു ജയം ഉണ്ടോ? പിന്നെ എങ്ങനെയാണോ തനിക്ക് എന്നെ പരാജയപ്പെടുത്താൻ പറ്റുന്നത്? പോട്ടാ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തിനാ എന്നോടൊരു ഒളിച്ചു കളി? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? നിനക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? നിങ്ങൾ ഇനി എന്നോടിത് പറഞ്ഞിട്ടില്ല. ശാരദേ, നീ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നേ? ഓർക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് വീണ്ടും ചോദിച്ചു ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അവ നാടിനും വീടിനും കൊള്ളാത്തവനാ.
അവന്റെ ശല്യം കൊണ്ട് പലർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയോ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഓർക്കാനും ഉള്ളപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ അതിൽ നിന്ന് സങ്കടം അല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നീ ചിന്തിക്ക്. സ്വയം അപകടത്തിൽ ചെന്ന് ചാടാൻ നിൽക്കാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഞാൻ വന്നതേ ഒരാളെ കുറിച്ച് അന്വേഷിക്കാന്. പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അറിയുമായിരിക്കും. നസീർ. എന്റെ സുഹൃത്ത് അബൂബക്കറിന്റെ മകനാണ്. അവന്റെ പേര് കേട്ടപ്പോ നിങ്ങളിലുണ്ടായ ഭാവവ്യത്യാസങ്ങളിൽ നിന്നും അവനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അതറിയുന്നോണ്ടല്ല, ഇവളുടെ സ്ഥായിയായ ഭാവം ഇതാണ്. പുറത്തു നിന്ന് പരിചയമില്ലാത്ത ആരെന്ത് തിരക്കി വന്നാലും ഇവളുടെ മുഖത്ത് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പോലീസുകാര്. നിങ്ങൾ ശാരദയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇതാരാ? അതെന്റെ ഭർത്താവാണ്, ഗോപാലകൃഷ്ണൻ. ഹലോ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഞാൻ ഹമീദ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. സർ, അകത്തേക്ക് ഇരിക്കാം. വേണമെന്നില്ല. ബൈ ദ ബൈ, ഞാൻ വന്നത് എന്റെ അന്വേഷണത്തിൽ നസീർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവനെ ഇപ്പൊ കാണാനില്ലെന്നും പറഞ്ഞ് അവന്റെ ബാപ്പ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാറേ? ഈ നസീർ എന്ന് പറഞ്ഞവനെ ഞങ്ങൾക്ക് അറിയാൻ കൂടി പാടില്ല. പിന്നെ എങ്ങനെയാ സാറേ അവൻ എവിടെയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്? സോറി, ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയത്തിന്റെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ.